നമസ്കാരം, എഡ്യൂത്രസിൻ്റെ റാങ്ക് മേക്കിംഗ് ഇംഗ്ലീഷ് സീരീസിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള രണ്ട് പ്രീപോസിഷണൽ എക്സ്പ്രഷൻസിനെ പറ്റിയിട്ടാണ്. PSC പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഇൻസ്പൈറ്റ് ഓഫ് ആൻഡ് ഡെസ്പൈറ്റ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇത് കഴിഞ്ഞിട്ട് വരുന്ന സെൻറ്റൻസ് എങ്ങനെയാവണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് പഠിക്കാം. കുറേയേറെ ചോദ്യങ്ങൾ കൂടി നമുക്ക് അവസാനം PSC ചോദിച്ചിട്ടുള്ള ഉൾപ്പെടെ കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ഈ ലെസണിൽ പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായി നോക്കാം എന്താണ് ഈ ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും അർത്ഥമാക്കുന്നത് എന്ന്. നമ്മൾ മലയാളത്തിൽ ഇത് എന്നിട്ടും എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ടും ഇതേ അർത്ഥം തന്നെയാണ് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് എന്നീ പ്രയോഗങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളത്. ഇതിന് സമാനമായി നമ്മൾ ഇംഗ്ലീഷിൽ ദോ, ഇവൻ ദോ, ഓൾ ദോ എന്നിവ ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതൊക്കെ സെൻറ്റൻസുകൾ ദോ, ഇവൻ ദോ, ഓൾ ദോ വെച്ചിട്ട് എഴുതാൻ പറ്റുമോ അതൊക്കെ അർത്ഥം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും വെച്ച് എഴുതാൻ സാധിക്കും. അതിൻ്റെ ഘടനയിൽ മാത്രം ചെറിയൊരു മാറ്റം വരികയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ ദോ, ഇവൻ ദോ, ഓൾ ദോ എന്നീ പദങ്ങളുടെ അതേ അർത്ഥത്തിലാണ് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഉപയോഗിക്കുന്നത്. അതേ പദങ്ങൾക്കും എന്നിട്ടും എന്ന അർത്ഥം തന്നെയാണ് ഉള്ളത്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ വാക്കുകൾക്ക് പകരമായി ഇവ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Even though he was sick, he attended the class yesterday. അവന് വയ്യാതിരുന്നിട്ടും അവൻ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഈവൻ ദോ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? അവന് വയ്യ എന്നിട്ടും അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഇന്നലെ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് മാറ്റി എഴുതാം. ഇതാ നോക്കൂ, ഡെസ്പൈറ്റ് ഹിസ് സിക്നെസ് ഹി അറ്റൻഡഡ് ദ ക്ലാസ് യെസ്റ്റർഡേ. ഇവിടെ അർത്ഥം ഒട്ടും ചോർന്നു പോയിട്ടില്ല. ഈവൻ ദോ ഹി വാസ് സിക്ക് ഹി അറ്റൻഡഡ് ദ ക്ലാസ് യെസ്റ്റർഡേ എന്നുള്ളത് ഡെസ്പൈറ്റ് ഹിസ് സിക്നെസ് ഹി അറ്റൻഡഡ് ദ ക്ലാസ് യെസ്റ്റർഡേ. ഇവിടെയും അർത്ഥമാക്കുന്നത് ഇതാണ്, അവന് വയ്യാതിരുന്നിട്ടും അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു, അവന് വയ്യ എന്നിട്ടും അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് മാറ്റം വന്നിട്ടുള്ളത്. ഈവൻ ദോ ഉപയോഗിച്ച് എഴുതിയപ്പോൾ ഈവൻ ദോ ഹി വാസ് സിക്ക് എന്നായിരുന്നു. ഇവിടെ സിക്ക് എന്നുള്ളത് എന്താണ്? അഡ്ജക്റ്റീവാണ് അല്ലേ? ഹി വാസ് സിക്ക്. അത് ഇവിടെ വന്നപ്പോൾ എങ്ങനെയായി മാറി? ഡെസ്പൈറ്റ് ഹിസ് സിക്നെസ് എന്നായി മാറി. ആ അഡ്ജക്റ്റീവ് ഇവിടെ നൗൺ ആയി മാറി. അപ്പോൾ ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ ING ഫോം, ING ഫോമോ നൗണോ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഈവൻ ദോ ഹി വാസ് സിക്ക് എന്നുള്ളത് ഡെസ്പൈറ്റ് ഹിസ് സിക്നെസ് എന്നായി. ഇനിയും ഇത് തന്നെ ഇൻസ്പൈറ്റ് ഓഫ് വെച്ച് എഴുതിയാൽ എങ്ങനെയിരിക്കും? ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് സിക്നെസ് എന്ന് തന്നെ, വേറെ യാതൊരു മാറ്റവും ഇല്ല. ഈ ഒരു വേർഡ് മാത്രം ഡെസ്പൈറ്റ് എന്നുള്ള വേർഡിൻ്റെ സ്ഥാനത്ത് ഇൻസ്പൈറ്റ് ഓഫ് ആക്കിയാൽ മാത്രം മതി. അല്ലാതെ ഇവ തമ്മിലുള്ള യൂസേജിൽ യാതൊരു വ്യത്യാസമില്ല. ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഒരേ യൂസേജ് തന്നെയാണ്, ഒരേ അർത്ഥവുമാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ PSC പറ്റിക്കാൻ തന്നെയായിട്ട് ഓപ്ഷനിൽ ഇൻസ്പൈറ്റ് എന്ന് മാത്രവും ഡെസ്പൈറ്റ് ഓഫ് എന്നും കൊടുക്കാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ഇൻസ്പൈറ്റിന് ഒപ്പമാണ് ഓഫ് ഉപയോഗിക്കുക, ഡെസ്പൈറ്റ് ഒറ്റയ്ക്കാണ്. അത് തിരിഞ്ഞ് ഉപയോഗിക്കില്ല. ഡെസ്പൈറ്റ് ഓഫ് എന്നും പറയില്ല, ഇൻസ്പൈറ്റ് എന്ന് മാത്രവുമായി പറയില്ല. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിളുകൾ കൂടി നോക്കി ഈ ടോപ്പിക്ക് കുറെ കൂടെ ക്ലാരിറ്റി വരുത്താം. എന്താണ് ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് എന്നിവ അർത്ഥമാക്കുന്നത്? ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് സിക്ക് ഹി അറ്റൻഡഡ് ദ ക്ലാസ്. അതായത് നമുക്ക് തൊട്ടു മുമ്പ് കണ്ട അതേ എക്സാമ്പിൾ തന്നെ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് സിക്നെസ് എന്നായിരുന്നു കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കണ്ടത്. ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് സിക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ ING ഫോമിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. മറ്റേതിൽ നൗൺ ആയിരുന്നു അല്ലേ? സിക്ക് എന്നുള്ളതിൻ്റെ നൗണായി സിക്നെസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ING ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. ബീയിങ് സിക്ക്. അടുത്തത്, ഹി ഈസ് വെരി ഫാസ്റ്റ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഓവർ വെയ്റ്റ്. ഇവിടെയും ശ്രദ്ധിക്കുക, ബീയിങ് വരുന്ന ING ഫോമിലുള്ള മറ്റൊരു എക്സാമ്പിൾ. അതായത് പൊണ്ണത്തടി ഉണ്ടായിട്ടും അവന് വളരെ വേഗതയാണ് അല്ല. ഹി ഈസ് വെരി ഫാസ്റ്റ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ്. അടുത്തത്, ഡെസ്പൈറ്റ് ദി ബാഡ് വെദർ ദ ഗെയിം സ്റ്റാർട്ടഡ്.
വളരെ മോശം കാലാവസ്ഥയായിട്ടും ഗെയിം ആരംഭിച്ചു. അപ്പോൾ ഇവിടെ ഡെസ്പൈറ്റ് ഉപയോഗിച്ചിരുന്നു, ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചിരുന്നു. എല്ലാം ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും മാറി മാറി ഉപയോഗിക്കാം, അതിലൊരു തെറ്റുമില്ല. ഡെസ്പൈറ്റ് കുറച്ചുകൂടി ഫോർമലാണ് എന്ന് മാത്രം. ദെൻ ഇറ്റ് ഈസ് ടു ഹോട്ട് ഔട്ട്സൈഡ് ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് എ റെയിനി സീസൺ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻസ്പൈറ്റ് ഓഫിന് ശേഷവും ഡെസ്പൈറ്റിന് ശേഷവും ദാറ്റ് ക്ലോസ് ഉപയോഗിക്കില്ല. ആ ദാറ്റ് ക്ലോസ് ഉപയോഗിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇൻസ്പൈറ്റ് ഓഫ് ദി ഫാക്ട് ദാറ്റ് എന്നായിരിക്കും. അങ്ങനെ ആസ് സച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പക്ഷെ അത് സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, ഇനിയും ചോദിച്ചു കൂടായികയില്ല എന്നുമില്ല. അപ്പോൾ ഇറ്റ് ഈസ് ടു ഹോട്ട് ഔട്ട്സൈഡ് ഇൻസ്പൈറ്റ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് എ റെയിനി സീസൺ. ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? മഴക്കാലമായിരുന്നിട്ടും പുറത്ത് വളരെയധികം ചൂടാണ്. അപ്പോൾ അങ്ങനെയാണ് എഴുതുക. ദാറ്റ് വരുന്നത്, ദാറ്റ് ക്ലോസ് ആസ് സച്ച് എല്ലാം ഉപയോഗിക്കുക. ഇൻസ്പൈറ്റ് ഓഫ് ദി ഫാക്ട് ദാറ്റ് എന്നാണ്, ഡെസ്പൈറ്റ് ദി ഫാക്ട് ദാറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഈ എക്സാമ്പിൾസ് കൂടെ. ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നെറ്റിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ കിട്ടും, ഒന്ന് നോക്കുക, യൂസേജ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇത് എന്ത് വേണം? കുറേ കൂടെ ക്ലാരിറ്റി വരുത്തണം. PSC എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ അതിനെന്ത് വേണം? നമുക്ക് മുൻവർഷ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് വെച്ചിട്ട് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് കുറച്ചൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ശരി. First question, dash his popularity, he didn't win the election. In spite of, despite of, though, but. നമ്മളിത് കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ തെറ്റിക്കാൻ തന്നെയായിട്ടാണ് ഡെസ്പൈറ്റ് ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടിട്ടുള്ളത്. ഇവിടെ ശരി ഉത്തരം ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡന്റ് വിൻ ദി ഇലക്ഷൻ. പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും അയാൾ ഇലക്ഷൻ ജയിച്ചില്ല. Dash the prohibitory orders, the crowd is growing. Respecting, mindful of, despite, according to. ഇവിടെ ഉത്തരം despite. Despite the prohibitory orders, the crowd is growing. നിരോധനാജ്ഞ ഉണ്ടായിരുന്നിട്ടും ജനങ്ങൾ ഒത്തുകൂടുന്നു. Dash the rise in price, the marketplace is crowded. As a result of, owing to, due to, despite. ഉത്തരം despite. Despite the rise in price, the marketplace is crowded. വിലക്കയറ്റം ഉണ്ടായിരുന്നിട്ടും മാർക്കറ്റിൽ ജനത്തിരക്കാണ്. He failed, dash his best effort. In addition to, owing to, in spite of, not mentioning. ഇവിടെയും ഉത്തരം in spite of. He failed in spite of his best effort. അവൻ്റെ പരമാവധി എഫേർട്ട് എടുത്തിട്ടും അവൻ പരാജയപ്പെട്ടു. Dash the weather forecast, the city was hit by huge sandstorm. Therefore, because, despite, however. ഉത്തരം despite. Despite the weather forecast, the city was hit by huge sandstorm. കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നിട്ടും നഗരത്തിൽ വലിയ മണൽക്കാറ്റടിച്ചു. അതായത് കാലാവസ്ഥാ പ്രവചനത്തിൽ അത് പറഞ്ഞിരുന്നില്ല എന്നർത്ഥത്തിൽ. Dash the rain, the play continued. Though, despite, as soon as, being. Despite the rain, the play continued. മഴയായിരുന്നിട്ടും കളി തുടർന്നു. Dash his sickness, he attended the class yesterday. Despite of, yet, despite, although. ഇവിടെയും തെറ്റിക്കാനാണ് ഓപ്ഷൻ എയിൽ ഡെസ്പൈറ്റ് ഓഫ് എന്നിട്ടുള്ളത്. ഡെസ്പൈറ്റ് ഓഫ് എന്ന് നമ്മൾ പറയില്ല, തെറ്റാണ്. ഇൻസ്പൈറ്റ് ഓഫ് എന്നാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഉത്തരം ഡെസ്പൈറ്റ് ആണ്. ഡെസ്പൈറ്റ് ഹിസ് സിക്നസ് ഹി അറ്റൻഡഡ് ദ ക്ലാസ് യെസ്റ്റർഡേ. വയ്യാതിരുന്നിട്ടും അവൻ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഐ ഫെയിൽഡ് ഇൻ മൈ കെമിസ്ട്രി എക്സാം, ഡാഷ് ഐ സ്റ്റഡീഡ് ഓൾ നൈറ്റ്. ഈവൻ ദോ, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, സോ. ഇവിടെ ഉത്തരം ഈവൻ ദോയാണ്. ഈ ചോദ്യം എന്തുകൊണ്ട് ഞാനിവിടെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും വരാത്തൊരു കേസ്, പകരം ഈവൻ ദോ ഉപയോഗിക്കേണ്ട ഒരു കേസ്. ഐ ഫെയിൽഡ് ഇൻ മൈ കെമിസ്ട്രി എക്സാം, ഡാഷ് ഐ സ്റ്റഡീഡ് ഓൾ നൈറ്റ്. ഇവിടെ വരുന്ന ഈ ഡാഷിന് ശേഷം വരുന്ന ഫ്രേസ് എന്ന് പറയുന്നത് വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ സ്റ്റഡീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു ഡെസ്പൈറ്റ് ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം നൗൺ അല്ലെങ്കിൽ ING ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്.
അപ്പോൾ ഇവിടെ ഇൻസ്പൈറ്റ് ഓഫോ ഡെസ്പൈറ്റോ വരില്ല. പിന്നെ ഈ ഓപ്ഷനിൽ നിന്ന് മറ്റൊരു ക്ലൂ ഉണ്ട്. ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഒരേപോലെ ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം വരില്ല. കാരണം ഇത് രണ്ടും ഒരേ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഐ ഫെയിൽഡ് ഇൻ മൈ കെമിസ്ട്രി എക്സാം ഈവൻ ദോ ഐ സ്റ്റഡീഡ് ഓൾ നൈറ്റ്. അവൻ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ടും അവൻ കെമിസ്ട്രി പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഈവൻ ദോ ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും എല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ ഇവിടെ വെർബാണ് വന്നിട്ടുള്ളതെന്ന കാര്യം ശ്രദ്ധിക്കുക. അതൊന്ന് മനസ്സിലാക്കാനാണ് ഈ ചോദ്യം ഞാനിതിന് കൂടെ ഉൾപ്പെടുത്തിയത്. ഡാഷ് ഹിസ് ആങ്കർ ഹി അപ്പോളജൈസ്ഡ് ടു ഹിസ് ഫ്രണ്ട് ഫോർ ഷൗട്ടിംഗ്. ഡെസ്പൈറ്റ്, ഈവൻ ദോ, വിത്ത്. ഇവിടെ ഉത്തരം ഡെസ്പൈറ്റ് ഹിസ് ആങ്കർ ഹി അപ്പോളജൈസ്ഡ് ടു ഹിസ് ഫ്രണ്ട് ഫോർ ഷൗട്ടിംഗ്. Dash many faults, he was a good man at heart. Despite, in spite of, because, in spite of having. ഇവിടെ ഉത്തരം ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് ആണ്. അതായത് അയാൾക്ക് പല തെറ്റുകൾ ഉണ്ടായിരുന്നിട്ടും അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ അയാളുടെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അയാൾക്ക് തെറ്റു പറ്റി എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് ഇൻസ്പൈറ്റ് ഓഫ് മെനി ഫോൾട്സ് എന്നല്ല, ഡെസ്പൈറ്റ് മെനി ഫോൾട്സ് എന്നല്ല, ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് മെനി ഫോൾട്സ്. അയാൾക്ക് കുറേയേറെ പോരായ്മകൾ ഉണ്ടായിരുന്നിട്ടും എന്നർത്ഥത്തിലാണ്. അയാളുടെ ഒരു സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യവും ഹി വാസ് എ ഗുഡ് മാൻ അറ്റ് ഹാർട്ട് എന്നാണ്. അവിടെയും അയാളുടെ സ്വഭാവത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഹാവിങ് എന്നുള്ളത് വേണം. പിന്നെ ഇവിടെയും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ക്ലൂ ഉപയോഗിക്കാം. ഡെസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കില്ല ആൻസർ. Dash the rain, the play continued. In spite of, because of, except for, with regard to. In spite of the rain, the play continued. Dash, she is rich, she never helps the poor. Despite, in spite, though, none of this. ഇവിടെ ഉത്തരം ദോയാണ്. ദോ ഷീ ഈസ് റിച്ച്, ഷീ നെവർ ഹെൽപ്സ് ദി പുവർ. ഇവിടെയും ഞാൻ ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ചോദ്യം ഉൾപ്പെടുത്തിയതാണ്. ഇവിടെയും ഷീ ഈസ് റിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൗൺ ഫ്രേസോ അല്ലെങ്കിൽ ING ഫോമോ അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, വെർബാണ് അല്ലേ. അപ്പോൾ റിച്ച് എന്നുള്ള അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ എന്താണ് വരിക? ദോയാണ്. ദോ ഷീ ഈസ് റിച്ച്, അവൾ റിച്ച് ആയിരുന്നെങ്കിലും ഷീ നെവർ ഹെൽപ്സ് ദി പുവർ, പാവപ്പെട്ടവരെ സഹായിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഉപയോഗിക്കാം. എങ്ങനെ? ഡെസ്പൈറ്റ് ബീയിങ് റിച്ച് ഷീ നെവർ ഹെൽപ്സ് ദി പുവർ, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച് ഷീ നെവർ ഹെൽപ്സ് ദി പുവർ എന്ന് ആണ് ഉപയോഗിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കുറേ കൂടി ക്ലാരിറ്റി വന്നില്ലേ? അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ ഇനി റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നമുക്ക് നോക്കാറുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ദിവസവും ഫ്രീ ആയി ലൈവ് ക്ലാസ്സുകളുണ്ടാവും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.